ഈ CPM-ലെ നേതാക്കന്മാർക്ക് വലിയ നിയമമൊന്നും അത്ര വശമില്ല. ഈ നേതാക്കന്മാരുടെ പേരിന്റെ ആദ്യം അഡ്വക്കേറ്റ് എന്ന് ചേർക്കും. പക്ഷെ ഇവരൊക്കെ നിയമം പഠിച്ചിട്ടാണോ ഇവർക്ക് അഡ്വക്കേറ്റ് കിട്ടിയത്, അതല്ലെങ്കിൽ എവിടെയെങ്കിലും നിന്നും സൗജന്യമായിട്ട് എവിടെയെങ്കിലും ഈ തൂക്കി വിൽപ്പന നടക്കാറുണ്ട് ഈ ചില ഈ ടെക്സ്റ്റൈൽസിലൊക്കെ, ഈ ആദായ സെയിൽ പോലെ. അങ്ങനെ എന്തെങ്കിലും ഈ CPM-ലെ നേതാക്കന്മാർക്ക് ഒന്നിച്ച് കിട്ടിയതാണോ എന്നൊരു സംശയമുണ്ട്. കാരണം ഈ നിയമം അറിയായിരുന്നുവെങ്കിൽ ഈ കേന്ദ്ര ഏജൻസിയിലെ ഉദ്യോഗസ്ഥനെയൊക്കെ ആക്രമിക്കാനൊന്നും പോവില്ലായിരുന്നു. കാരണം പിണറായി വിജയൻ ഈ ലോക നേതാവൊക്കെ ആരാധിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണെന്നൊക്കെ കുറച്ച് പ്രശംസ കിട്ടാൻ വേണ്ടി പാർട്ടിയിലെ ചില സ്ത്രീകളൊക്കെ അടിച്ചു വിടും. അത് കണ്ടും ഈ പിണറായി വിജയനൊക്കെ ഹൈ ഹൈ എന്ന് പറഞ്ഞ സന്തോഷത്തോടെ നിൽക്കുന്നതാണ് ഏറ്റവും വലിയൊരു മണ്ടത്തരമായി മാറുന്നത്. സാധാരണ ഈ കേരളത്തിൽ കിടന്ന് എന്തെങ്കിലുമൊക്കെ തോന്നിയവസ്ഥ കാണിക്കുമ്പോൾ കേരള പോലീസുകാരെ പിടിച്ച് അകത്തിടും. ഒരു കുറച്ച് നേരം കഴിയുമ്പോൾ മുകളിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ IG-യോ അല്ലെങ്കിൽ SP-യോ ആരെങ്കിലുമൊക്കെ വിളിച്ച് ഇറക്കി വിടാന്ന് പറയുമ്പോഴത്തേക്ക് ഈ ലോക്കപ്പിൽ ഇരുന്ന് ഇവരെയൊക്കെ ഇറക്കി വിടും. അതുപോലെ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥനെ ആക്രമിക്കുമ്പോഴും ഇതുപോലെ ആരെങ്കിലുമൊക്കെ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ എന്നെ ഇറക്കി വിടും എന്നൊക്കെയാണ് ഈ CPM-ലെ സഖാക്കന്മാർ കരുതിയത്. പക്ഷെ അങ്ങനെയല്ല. ഇവര് സാധാരണഗതിയിലേക്ക് ജയിലിൽ പോകുമ്പോൾ 1-2 ദിവസമൊക്കെ ജയിലിൽ കിടക്കും. പക്ഷെ ഇത് 1 മാസമായി, 2 മാസമായി, 3 മാസമായി, 4 മാസമായിട്ട് ജയിലിൽ തന്നെ കിടക്കുന്നു. IP ബിനുവിനാണെങ്കിൽ കാല് തറയിൽ പോലും കുത്താൻ പറ്റാത്ത രീതിയിൽ ഷുഗറൊക്കെ കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. അതെന്തായാലും മാനുഷിക പരിണാമം, അതൊരു മനുഷ്യന്റെ ഒരു കണ്ണിലേക്ക് നോക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഒരു അസുഖം IP ബിനുവിന് സംഭവിച്ചിരിക്കുന്നത്. നിലവിലിപ്പോ അവസാനം ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഈ CPM-ലെ നേതാക്കന്മാരെല്ലാം കൂടെ ഇപ്പോൾ കോടതി കിടന്ന് പൊട്ടിക്കരയാൻ പോവുകയാണ്. അതായത് നേതാക്കന്മാർ, അതായത് ED ആക്രമിച്ച കേസിൽ ജയിലിൽ കിടക്കുന്ന നേതാക്കന്മാർ എല്ലാവരും കൂടെ ഒന്നിച്ച് ഹൈക്കോടതിയിലേക്ക് ഒരു ഹർജിക്ക് പോകാനാണ് ഒരു നീക്കം നടത്തുന്നത്. വേറൊന്നുമല്ല, ഓണം വരെയല്ലേ സാറേ, വീട്ടുകാരോടൊപ്പം ഒന്ന് ഇലയിട്ട് ഒന്ന് സദ്യ ഉണ്ടാനെങ്കിലും ഒന്ന് ജാമ്യം തരുമോ? ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇനി ഒരു പണിക്കും പോകത്തില്ല, വെറുതെ ആർക്കും ഒരു ശല്യം ഉണ്ടാക്കാതെ എവിടെയെങ്കിലും ഒന്ന് പാമ്പിനെ പോലെ എവിടെയെങ്കിലും ചുരുണ്ടി കൂടി കിടന്നോളാം എന്നായിരിക്കും ആ ഹർജിയിലുമാർ കോട്ട് ചെയ്തുകൊണ്ട് പറയാൻ വേണ്ടി പോകുന്നത്. കാരണം വിചാരിച്ചില്ല ED ആക്രമിച്ചാൽ ഇങ്ങനെ ഒരു അവസ്ഥ വരൂ എന്ന്. അതായത് മൊത്തത്തിൽ ചിലപ്പം ജഡ്ജിയെ വിളിച്ച് ജഡ്ജിയുടെ ചേംബറിൽ കൊണ്ട് നിർത്തി കഥവൊക്കെ അടച്ചിട്ടായിരിക്കും ഇവന്മാർ ഇനി പൊട്ടിക്കരഞ്ഞ് ജഡ്ജിയുടെ കാല് പിടിക്കാൻ പോകുന്നത്. കാരണം പല വഴി നോക്കി, പക്ഷേ നെഞ്ചുമിരിച്ച് ED കട്ടക്കലിപ്പിലാണ് നിൽക്കുന്നത്. എന്ത് വന്നാലും ജാമ്യം എന്നൊരു സാധനം CPM-കാർക്ക് കൊടുക്കത്തില്ല എന്ന് ED തന്നെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ അതിൽ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലൊക്കെ പ്രതികളുടെ ജാമ്യ ഹർജിയെ ED ശക്തമായി തന്നെ എതിർക്കുന്നുണ്ട്. ഓരോ പ്രതികളും ജാമ്യ ഹർജിയായിട്ട് കൊണ്ടു ചെല്ലുമ്പോൾ ED പറ്റില്ല എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. കാരണം ED ഹൈക്കോടതിയിൽ പറയുന്നത് ED അന്വേഷണത്തെ തടസ്സപ്പെടുത്താനുള്ള ആക്രമണമാണ് നടന്നത് എന്നാണ് ED പറയുന്നത്. കൂടാതെ ഉദ്യോഗസ്ഥരെ ഭയപ്പെടുത്തി പിന്തിരിപ്പിക്കലായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. പ്രകോപനമുണ്ടായ ആക്രമണമല്ല പിണറായിയുടെ വീടിന് മുന്നിൽ നടന്നത്. പരിശോധന കഴിഞ്ഞ് മടങ്ങുമ്പോൾ നടത്തിയ ആക്രമണം സമയമെടുത്ത് ആലോചിച്ച ശേഷമുള്ളതായിരുന്നുവെന്നാണ് ED ഇപ്പോൾ കോടതിയിൽ പറഞ്ഞിട്ടുള്ളത്. ആക്രമണത്തിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നാണ് ED-യുടെ വാദം. ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നത് ലഘുവായി കാണരുതെന്ന് ED കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 7 പ്രതികളുടെ ജാമ്യ ഹർജി നാളെ ഹൈക്കോടതി പരിഗണിക്കും. എല്ലാ കേസിലും കക്ഷി ചേർക്കാൻ ED അപേക്ഷ നൽകി കഴിഞ്ഞു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 60 ദിവസം ജയിലിൽ കിടന്നിട്ടും ജാമ്യം ലഭിക്കാത്തതിന് പിന്നാലെയാണ് CPM പ്രവർത്തകരായ പ്രതികൾ കൂട്ടത്തോടെ ഹൈക്കോടതിയിലേക്ക് സമീപിക്കുന്നത്.